മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുന്ന് വിശദീകരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു അത്രേ, എന്താണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഖബറിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നൽ ഖബറ അവ്വല മനാസിൽ മിൻ മനാസിൽ ആഖിറ എന്ന് മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയും. ഇന്നൽ ഖബറ മൻസിലു മിൻ മനാസിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖിറമാവുന്ന ജീവിതത്തിന്റെ ആദ്യത്തെ ഭവനമാണ് ഖബർ. അവിടെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവനെല്ലായിടത്തും രക്ഷപ്പെട്ടു. അവിടെ എങ്ങാനും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവനെല്ലായിടത്തും പരാജയപ്പെട്ടു എന്ന പുണ്യനബിയുടെ ഈ ഹദീസിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയാറ് എന്ന് മഹാനാവുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഈ വിഷയത്തെ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തയ്യാറാകുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ അറിയാം, അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളെയൊന്നും അള്ളാഹു തആല നരകത്തിലിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അത്രമേൽ കരുണ നമുക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മനുഷ്യരാവുന്ന നമ്മെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു തആല ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വളരെ വലിയ ഗൗരവമാവുന്ന ശിക്ഷകളിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം ഖബർ ജീവിത ഒറ്റപ്പെടലിനെ തൊട്ടൊക്കെ ഭീകരതയെ കുറിച്ചൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ ഒരു ദിവസം ചെലവഴിച്ചാൽ മതി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തബാറക സൂറത്തിനെ സംബന്ധിച്ച്. ആരെങ്കിലും തബാറക സൂറത്തിനെ നിത്യമാക്കി കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും 2-3 മിനിറ്റ് തബാറക സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് അവൻ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അവനെ ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു തആല ഒഴിവാക്കുന്നതാണ്. ഖബർ ശിക്ഷയെ തൊട്ട് ആ മനുഷ്യനെ ഈ സൂറത്ത് ഓതിയത് കാരണമായിട്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ഈ തബാറക സൂറത്ത് ഓതുന്ന ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഈ സൂറത്ത് ഈ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത് വരെയും അള്ളാഹുവോട് ഈ മനുഷ്യനോട് വേണ്ടിയിട്ട് അള്ളാഹുവോട് ഈ സൂറത്ത് തർക്കിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസമത്തുൻ സ്വാഹിബിയ, ഇത് ഓതുന്ന അതിന്റെ സ്വാഹിബിന് വേണ്ടിയിട്ട് ഈ സൂറത്ത് ഈ മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്നത് വരെയും ഈ സൂറത്ത് തർക്കിച്ചു കൊണ്ടിരിക്കും എന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായേക്കാം, ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം 3 മിനിറ്റോ അല്ലെങ്കിൽ ഏറി വന്ന 4 മിനിറ്റോ നമുക്ക് ഈ സൂറത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച വലിയൊരു സൂറത്തുണ്ട്, വലിയ മഹത്വമുള്ള വളരെ ഗൗരവമേറിയ നല്ല സുന്ദരമാകുന്ന ഒരു സൂറത്തുണ്ട്. 30 ആയത്തേ ഉള്ളൂ. ആ സൂറത്ത് തബാറക്കയാണ്. അത് നിങ്ങളുടെ ഖൽബിലുണ്ടായിരിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ അത് മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ടും നമ്മളൊക്കെ പരിശ്രമിക്കുക. കാരണം ഇത് ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ സൂറത്ത്, തബാറക സൂറത്ത് നമ്മുടെയൊക്കെ ഖൽബിലുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ അതിനു വേണ്ടിയിട്ട് കഠിനമായ പരിശ്രമം നടത്തുകയും എന്തു വന്നാലും നമ്മൾ ആ സൂറത്ത് ഓതാതെ കിടന്നുറങ്ങാത്ത ഒരവസ്ഥ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മൾ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ആ വിരുന്നുകാരനോട് മഹാനവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചെന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ വീട്ടുകാരൻ പറഞ്ഞു, ഓ പറഞ്ഞു തന്നോളൂ, സന്തോഷമുള്ള എനിക്ക്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സൂറത്തു തബാറക ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് മുൻജിയയാണ്, അവനിക്ക് മുജാദലയാണ്, അവനിക്ക് വേണ്ടിയിട്ട് ഈ സൂറത്ത് അള്ളാഹുവോട് തർക്കിക്കുകയും അതുപോലെ തന്നെ ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനാകുന്ന ഈ സ്വഹാബി വരൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാനും പിന്നെ പറഞ്ഞു, ഈ സൂറത്ത് ഖൽബിലുണ്ടായിരിക്കുക എന്നുള്ളത്
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സൂറത്തിനെ നീ മനഃപ്പാഠമാക്കണേ എന്നും ഈ ഒരു ഹദീസും പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ വിരുന്നുകാരനെ സൽക്കരിച്ച് തിരിച്ചു പറഞ്ഞയക്കുകയാണ് ആ സ്വഹാബി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്കൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ടെന്റ് കെട്ടുകയാണ് ഒരു സ്ഥലത്ത് രാത്രിയായ സമയത്ത്. അത് ടെന്റ് കിട്ടിയത് ഒരു ഖബറിന്റെ മുകളിലായിരുന്നു. ആ ഖബറിൽ നിന്നും ഈ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു രാത്രിയായപ്പോൾ തബാറക സൂറത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ഈ ഒരു സംഭവത്തെ കുറിച്ച് നബി തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ കൃത്യമായി എല്ലാ ദിവസവും തബാറക സൂറത്ത് ഓതുന്ന ആളാണ്. ഈ സൂറത്ത് ഖബറിൽ നിന്നും അവനക്ക് രക്ഷയാണ്, അവനക്ക് വേണ്ടിയിട്ട് അല്ലാഹുവോട് തർക്കിക്കുകയും ചെയ്യുമെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും കഴിയുന്ന എല്ലാവരും ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് വലിയ സമയത്തിന്റെ ചെലവൊന്നുമില്ല. 3-4 മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുവഴി അള്ളാഹു നമ്മളെ ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ നമുക്ക് റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് കഴിയാൻ അള്ളാഹു എല്ലാവിധ വഴികളും അള്ളാഹു തുറന്നു തരട്ടെ. അതൊക്കെ മനഃപ്പാഠമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.